എന്റെ സഹോദര തുല്യമായ നമ്മളെ രാജേഷ് സാറ് പറഞ്ഞ ഇൻകം പ്ലാൻ കേട്ടപ്പോഴും ഞാൻ ഞെട്ടിത്തെറിച്ചു. മനസ്സിൽ കണ്ട വളരെ മുമ്പേ കണ്ടിരുന്ന മനസ്സിൽ ഓപ്പ് കണ്ട ഈ ബിസിനസ് ഒരു ഇൻകം പ്ലാനാണ് ഞാൻ ഇവിടെ കണ്ടത്. എത്ര മനോഹരമായിട്ട് ഇൻകം പ്ലാനാണ്. വിജയിക്കാൻ ഇത്ര സാധ്യതയുള്ള ഒരു ഇൻകം പ്ലാൻ. എന്താണ് നമുക്ക് ഇവിടെ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. അന്ന് ഞാൻ 2002 കേട്ടിട്ടുണ്ടായിരുന്നു 2025 1.8 മില്യൺസ്, അതായത് ആൾക്കാർ ഈ ബിസിനസ്സിൽ വരും. 2025 ആകുമ്പോഴേക്കും ഒരു മനുഷ്യൻ ജീവിക്കാൻ 1 ലക്ഷം രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ സത്യമായിട്ട് മാറി. പോൾസൺ ഫിൽസ് പറഞ്ഞ ആ തത്വം ഇനി വരാൻ പോകുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിരിക്കും വെൽനസ് റെവല്യൂഷൻ എന്ന് അദ്ദേഹം പ്രവചിച്ചു. സത്യമായില്ലേ ശരിക്കും? ഇന്ന് ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ കയ്യിലുള്ളത് എന്താണ്? അവര് സോപ്പും ചീപ്പും കണ്ണാടി ഒരു പേരിന് മാത്രമാണ്. അതെല്ലാം വിറ്റഴിക്കപ്പെട്ട ഒരു ശരിക്കും ഒരു ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗൂഡ്സ് കമ്പനി മാത്രമാണ്. പക്ഷെ അതല്ല ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഏത് കമ്പനി ഇവിടെ കണ്ടിട്ട് അവരെ സംബന്ധിച്ച് വെൽനസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ടാവും. അവരിൽ പലതരത്തിലുള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് ആയുഷ് എന്ന് പറയുന്ന ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി പ്ലസ് നാച്ചുറോപ്പതി അടങ്ങിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അടങ്ങിയിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉൽപ്പന്നം. എത്ര ധൈര്യത്തോടെ നമ്മൾ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങാം, എത്ര ധൈര്യത്തോടെ നമുക്ക് പറയാം. എല്ലാം മാറിക്കഴിഞ്ഞു. നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ കൂടെ നടക്കാനും എന്തിനും ഏതിനും ഇവിടെ ഇരിക്കുന്ന യൂണിയൻ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് എല്ലാം ഉണ്ട്. ധൈര്യത്തോടെ നമുക്ക് ബിസിനസ് ചെയ്യാം. ഇനിയാണ് ഇവിടെ വരാൻ പോകുന്നത്. നമ്മൾ പ്രദീപ് ചന്ദ്ര സർ പറഞ്ഞു 2030 ആകുമ്പോഴേക്കും 1000 ഉൽപ്പന്നങ്ങൾ വരും. എന്തൊക്കെ വരും എന്ന് നമുക്ക് കണക്കൂട്ടാം. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ബിസിനസ്? ഇതിനെ തള്ളിപ്പറഞ്ഞവരും ഇതിൽ നിന്ന് മതിയാക്കി പോകുന്നവരും അന്നൊന്ന് ദുഃഖിക്കും. സർവശക്തി നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾ വിട്ടുപോകില്ല. അതായത് നിങ്ങളെ കർമ്മം നന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. സർവശക്തി ഒരു തീരുമാനം എടുത്തു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നല്ലൊരു ബിസിനസ് കൊടുക്കണം. ഇദ്ദേഹം അല്ലെങ്കിൽ ബിസിനസ് വിട്ടുപോകില്ല. ഇയാൾ മരണം വരെ ഇതിന്റെ അന്ത്യം കണ്ടിട്ട് ഇദ്ദേഹം പോകുള്ളൂ എന്ന് മനസ്സിലാക്കി സർവശക്തൻ തഥാസ്തു, എനിക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലേക്ക് തരാം. അതിനൊരു നിമിത്തം മാത്രമായിട്ടാണ് രാജേഷ് കൂടാൾ സാർ എന്നിലേക്ക് വന്നത്. 71 വയസ്സായി. ഇതിനിടയിൽ പലതും അനുഭവിച്ചു. ജീവിതമായാലും ബിസിനസ് ആയാലും പ്രയാസങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും എല്ലാം ഉണ്ടാവും. അതൊക്കെ നമ്മൾ അതിജീവിച്ച് പോരുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അതിജീവിച്ച് പോകുന്നുണ്ടല്ലോ. ഈ ബിസിനസ്സിനും അതൊക്കെ ഉണ്ടാവും. എന്താണ് ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെ ജീവിതത്തിലുള്ള തന്നെ ഈ ബിസിനസ്സിലുണ്ടാകുന്നത്. പല കാര്യങ്ങളും പറഞ്ഞ നെക്സ്റ്റ് $1 ട്രില്യൺ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇതാണെന്ന് നമുക്ക് പറഞ്ഞിരുന്ന പോൾസൺ ഫിൽസറും ഇനി ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപനമായിരിക്കുന്ന ബിൽഗേറ്റ് ഒക്കെ പറയുന്നത് ശരിക്കും നമ്മൾ അപ്പടിയേ വിശ്വസിക്കണം. കാരണം അവരൊക്കെ ഇത് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അതുപോലെ ഒന്നും അറിയാത്ത കാരണത്തിൽ നമ്മൾക്കായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ. ഈ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നും പഠിക്കാത്ത കാലങ്ങളിൽ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് 10ാം ക്ലാസ് എത്തി സാറേ. എല്ലാവരോടും 10ാം ക്ലാസ് എത്തി. 10ാം ക്ലാസ്സിൽ എന്ത് പഠിക്കാനാ? 1ാം ക്ലാസ് എന്നിട്ട് ഒന്നും പഠിക്കാതെ തള്ളി മുന്നോട്ട് വിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സിൽ എന്തിട്ട് ലാസ്റ്റ് ബെഞ്ചായിരുന്നു എന്റെ സീറ്റ് ഉറപ്പ്. വികൃതിയൊന്നുമില്ല. പക്ഷെ ഒരു പാവം കുട്ടിയായിട്ട് ലാസ്റ്റ് ബെഞ്ചിലിരുന്നു. എന്തൊക്കെ പറയായിരുന്നു? കണക്കിന്റെ ABCD അറിയില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളെയൊക്കെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഏതെങ്കിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായിരിക്കും ഇന്ന് ഈ മോർണിംഗ് മീറ്റിലൂടെ ഇരിക്കുന്നത്. ഒരു പോസിറ്റീവ് തിങ്കിങ്ങും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഒരു പോസിറ്റീവ് മനോഭാവം ഇല്ലാത്ത ഒരാൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരില്ല. അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു 15 വയസ്സിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അത് ഞാനിവിടെ പറയാം. എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? എപ്പോഴാണ് ദൈവം നമുക്ക് വരം തരുന്നത്? അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. ജീവിത അനുഭവങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അവന് 10ാം ക്ലാസ്സിൽ ഞാൻ 1972 എഴുതി. ഫസ്റ്റ് മാർച്ച് മാസമായിരുന്നു എഴുതി. ഞാൻ അവിടെ തന്നെ കണക്ക് കൂട്ടി. ഇനി അതിന് മുന്നിൽ ബിണ്ടി എന്നൊരു അസുഖം വന്നിരുന്നു. പഠിക്കാനൊന്നും സമയം കിട്ടില്ല. പഠിച്ചാലേ എഴുതുള്ളൂ. ഒന്നും മനസ്സിൽ നിന്ന് എടുത്തതിനുള്ള കഴിവുകളൊന്നുമില്ല. നാളെ പരീക്ഷ എഴുതെങ്കിൽ ഇന്ന് മനഃപ്പാഠം പഠിക്കണം. കണക്ക് പോലും മനഃപ്പാഠം പഠിക്കണം. പക്ഷെ പഠിച്ചു, പരീക്ഷ എഴുതി. ഫസ്റ്റ് പേപ്പർ മലയാളം എഴുതി. അവിടെ നിന്ന് തന്നെ കണക്ക് കൂട്ടി ജയിക്കാൻ യാതൊരു സാധ്യതയില്ല. അവിടെയാണ് എൻ്റെ ആദ്യത്തെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്നത്. ഞാൻ വിചാരിച്ചു എല്ലാ പേപ്പറും എഴുതി തോക്കുന്നതിൽ നല്ലതല്ലേ ഒരു പേപ്പർ മാത്രം എഴുതി തോക്കുന്നത്. ഞാൻ ആ ഹാളിൽ നിന്ന് വീട്ടിലേക്ക് പോയി. ഒരുപാട് ശകാരങ്ങളും വാക്കുകളൊക്കെ വീട്ടിൽ നിന്ന് കേട്ടു. പരീക്ഷ ബാക്കി ഒന്നും തന്നെ എഴുതിയില്ല. റിസൾട്ട് വന്ന് തോറ്റു. നല്ല രീതിയിൽ തോറ്റു. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിയാതെ വന്ന 15 വയസ്സിന് മുമ്പിൽ എന്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്? ഈ ബിസിനസ്സിൽ വന്നതാണ് പോസിറ്റീവ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പല കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങുന്നത്.
രണ്ടാമത് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു എനിക്ക് പരീക്ഷ എഴുതണം. അവർ വിസമ്മതിച്ചില്ല. അവർ പറഞ്ഞു നീ എഴുതിക്കോ. സെപ്റ്റംബറിൽ വീണ്ടും സപ്ലിമെന്റ് എഴുതി. സപ്ലിമെന്റ് എഴുതി, റിസൾട്ട് വന്നു, തോറ്റു. ശരിക്കും പറഞ്ഞ് ഞാൻ മൂന്നാമതും പരീക്ഷ എഴുതി. എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്തോ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ശക്തി എനിക്കുണ്ടായിരുന്നു. മൂന്നാമത് പരീക്ഷ എഴുതാൻ ഞാൻ വീട്ടിൽ നിന്ന് സമ്മതം വാങ്ങിച്ച് മൂന്നാമത് പരീക്ഷ എഴുതി. തിരുവനന്തപുരം തമ്പി എന്ന നളന്ദ ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയൊരു വ്യക്തി എൻ്റെ ഉറ്റ സുഹൃത്തായി പോയി. കാരണം 1, 2, 3 പ്രാവശ്യമൊക്കെ ട്യൂട്ടോറിയൽ കോളേജ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായി മാറി. മൂന്നാമത് പരീക്ഷ എഴുതി. ജയിക്കും എന്നുള്ള തീരുമാനമില്ല, കണക്കിൽ അത്ര വലിയ ഒരു വിശ്വാസമൊന്നും വന്നില്ല. മൂന്നാമത് പരീക്ഷയിൽ തോറ്റു. മൂന്നാമതും പരീക്ഷയിൽ തോറ്റപ്പോൾ ഞാൻ എൻ്റെ അച്ഛനടുത്ത് പോയി പറഞ്ഞു, അച്ഛാ എനിക്ക് പരീക്ഷ എഴുതണം, SLC പാസ്സാവണം. എന്തിനു വേണ്ടി പാസ്സാവണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് SLC പാസ്സാവണം. അച്ഛനോട് പറഞ്ഞു. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അച്ഛൻ സാധാരണ നോർമൽപ്പെട്ട എന്നോടുള്ള വിരോധം കൊണ്ടായിരിക്കത്തില്ല. പക്ഷെ അച്ഛന് കോപം വന്നു. അച്ഛൻ ശരിക്കും പറഞ്ഞാല് നമ്മളെ ഇന്ന് ഈ ഭാഷയിൽ ഇപ്പൊ ശരിക്കും പറയാം, എന്നെ വിളിച്ചു, നായൻരാമൻ ഓടുന്ന് പറഞ്ഞു, ഒരു വടിയെടുത്ത് എന്റെ പിന്നാലെ ഓടിച്ചു. ആ ഭാഷ ഇവിടെ പ്രയോഗിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പറഞ്ഞ സത്യം ഇതായിരുന്നു. മൺമറഞ്ഞ പിതാവാദങ്ങളിൽ ഞാൻ കുറ്റം പറയുന്നില്ല. എന്നിൽ ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. ഞാൻ ഓടി. എവിടത്തേക്ക് ഓടി എന്ന് എനിക്കറിയത്തില്ല. എന്നെ പഠിപ്പിച്ച ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകന്റെ വീട്ടിലേക്കായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് SLC പാസ്സാണ്, എന്നെ പഠിപ്പിക്കണം, അച്ഛൻ പൈസ തരത്തില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്നും, അദ്ദേഹം മൺമറഞ്ഞു പോയി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത്രയായിരുന്നു, നീ പഠിച്ചോ, എന്തെങ്കിലും ജോലി കിട്ടുന്ന സമയത്ത് നീ എന്നെ ഓർമ്മിച്ച് എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി. നാലാമത്തെ പരീക്ഷ എഴുതണം സാർ, ഭയങ്കരമായിട്ടുള്ള ഒരു പരീക്ഷ ഇതായിരുന്നു. പരീക്ഷ ട്യൂട്ടോറിയൽ കോളേജിൽ പോകുന്ന സമയത്ത് എന്നെ കളിയാക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാൻ ഗ്രാമത്തിൽ നിന്ന് മെയിൻ റോഡിൽ കിടക്കുമ്പോൾ അവിടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ പറയുമായിരുന്നു, എടേ 2-3 പ്രാവശ്യം തോറ്റില്ല, ഇനിയെങ്കിലും എനിക്ക് നിർത്തിക്കൂടെ, എന്നിട്ട് ചിരിക്കും. പിന്നീട് ഞാനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കാണാതെ മറിഞ്ഞ് വേറൊരു ദിശയിലേക്കൂടെ ട്യൂട്ടോറിയൽ കോളേജിൽ എത്തും. പോകാതിരിക്കത്തില്ല, വേറെ ഇതിലേക്ക് ട്യൂട്ടോറിയൽ കോളേജിൽ പോയി പഠിക്കും. അപ്പോൾ 4ാം പ്രാവശ്യം SLC എത്തുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളായ ഇളയമ്മമാരും മൂത്തമ്മമാരും മക്കളും പെൺകുട്ടികൾക്ക് എന്നോടൊപ്പം എത്തി. ശരിക്കും ഒരു മോശമായിട്ടുള്ള പരിപാടിയായിരുന്നു. കാരണം എന്തെങ്കിലും എത്രയോ പ്രായം കുറഞ്ഞ ആൾക്കാർ എൻ്റെ കൂടെ എത്തിച്ചേർന്നു. പഠിക്കണം പഠിക്കണം ബഹിയാട്ട് പഠിച്ചു. മുട്ടോളം കാൽ വെള്ളത്തിൽ വെച്ച് പിടിച്ചു. കടലാസിന്റെ വീടി വലിച്ച് മുകളിലേക്ക് വിടും ഉറക്കം വരാതിരിക്കാൻ. ചന്ദനത്തിരി വായിൽ തിരിച്ചു വെച്ചു കത്തിക്കും. ഉറങ്ങരുത്, പഠിക്കണം. ബൈഹാട്ട് മുഴുവൻ രാത്രി പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ പഠിച്ചു. ഒരു ദിവസം ഞാൻ ഉറങ്ങിപ്പോയി. നേരത്തെ കാലത്ത് ഉറങ്ങിപ്പോയി. പഠിത്തത്തിന്റെ ഇത് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഉറക്കം ഞെട്ടുന്ന സമയത്ത് പുറത്തു നോക്കുമ്പോൾ നല്ല നിലാവ്. എന്റെ എല്ലാം തകർന്നു. നേരം വെളുത്തു. ഇനി എന്തു പോയി പരീക്ഷ എഴുതാം? പക്ഷെ ഇതിനകം എന്നെ കാണാത്തോണ്ട് വീട്ടിൽ നിന്ന് ഒരുപാട് പരിധി നടന്നു. 3 പ്രാവശ്യം പരീക്ഷ എഴുതിയ വ്യക്തിയല്ലേ, എന്തെങ്കിലും ആത്മഹത്യ ശ്രമത്തിൽ എന്തെങ്കിലും പോയിട്ടുണ്ടായല്ലോ. അവർ എൻ്റെ സുഹൃത്തുക്കളെ വെച്ച് സിനിമാശാലയിലും അവിടെയൊക്കെ അന്വേഷിച്ചു. അങ്ങനെ രാത്രി 12 മണിക്കാണ് ഞാൻ ഏണിപ്പടി ചാടി താഴെ ഇറങ്ങുന്നത്. ഞാൻ വിചാരിച്ചു നേരം വെളുത്തു, ഇനി പരീക്ഷ ഒന്നും എഴുതാൻ പറ്റത്തില്ല. പക്ഷെ 12 മണി ഞെട്ടിയപ്പോൾ ക്ലോക്കിൽ നോക്കി സമയം 12 മണി. അവിടുന്ന് പഠിക്കാൻ തുടങ്ങി നേരം വെളുക്കുന്നവരെ പഠിച്ചു പോയി പരീക്ഷ എഴുതി. അങ്ങനെ 4 പ്രാവശ്യം പരീക്ഷ എഴുതി. ഞാൻ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയ കണക്കിനനുസരിച്ച് ജയിക്കാൻ സാധ്യതയില്ല. പക്ഷെ സർവശക്തനായ ദൈവം, അദ്ദേഹത്തിനൊരു തീരുമാനമുണ്ട്. നമ്മൾ തീരുമാനിക്കുന്നതല്ല, ദൈവം നിശ്ചയിക്കുന്നത്. ദൈവത്തിന്റെ നിശ്ചയം വേറെന്നായിരിക്കും, നമ്മൾ തീരുമാനിക്കുന്നത് വേറെന്നായിരിക്കും. ദൈവനിശ്ചയം എപ്പോഴും നന്നായിരിക്കും. 4 പ്രാവശ്യം എഴുതി തോറ്റ എന്നെ ശരിക്കും ദൈവത്തിനൊരു തീരുമാനമുണ്ടായി. കാരണം ഇവൻ 4 പ്രാവശ്യം, 4ാമത്തെ പ്രാവശ്യവും ഇവൻ SLC എഴുതി തോറ്റു കഴിഞ്ഞാൽ 5ാം തവണ ഇവൻ SLC എഴുതും എന്ന് തീരുമാനം ദൈവത്തിന് അറിയാമായിരുന്നു. തഥാസ്തു എന്ന് പറഞ്ഞൊരു വരം എനിക്ക് തോന്നുന്നു. നീ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നേടുന്നവരെ നീ അതിനുവേണ്ടി പ്രയത്നിച്ചു, നീ അതിൽ നിന്ന് പിന്മാറിയില്ല. അതുകൊണ്ട് തഥാസ്തു, നിന്റെ ഉദ്ദേശം സാധീകരിക്കട്ടെ എന്ന് സർവശക്തനായ ദൈവം തമ്പുരാൻ എനിക്ക് അനുഗ്രഹം തോന്നുന്നു. 4ാം തവണ ഞാൻ SLC പാസ്സായി. ഇത്രയും സമയം ഞാൻ പിടിച്ചുന്നത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിലായി കഴിഞ്ഞാൽ ശരി, വിജയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് പരാജയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പരാജയങ്ങളെ വെല്ലുവിളിച്ച് ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് സർവശക്തനായ ദൈവം നമുക്ക് അനുഗ്രഹം തരിക.
ഒന്നും പണിയെടുക്കാതെ ഒന്നും തരത്തില്ല. പണിയെടുത്ത് തളരുന്ന സമയത്ത് ദൈവ സമക്ഷം നമ്മൾ ലക്ഷ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ഞാനതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടായിരിക്കണം. അതെന്റെ ജീവിതത്തിൽ 15-ാമത്തെ വയസ്സിൽ കാണിച്ചു തന്നതായിരുന്നു. 3 പ്രാവശ്യം SLC എഴുതി തോറ്റപ്പോൾ 4ാമത്തെ സമയം ഞാൻ SLC എഴുതുമെന്ന് തീരുമാനം എന്റെ 15-ാമത്തെ വയസ്സിൽ ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടായിരുന്ന എനിക്ക് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്, ഈ ബിസിനസ്സിൽ വന്ന ശേഷം. അവിടുന്ന് SLC പാസ്സായി വീണ്ടും കൂടുതൽ പഠിക്കാൻ, അന്ന് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു, ചെറിയ മാർക്ക് മതി. പക്ഷെ ഞാൻ പഠിക്കാൻ പോയില്ല. അവിടുന്ന് നേരെ ഓടിയത് ഞാൻ ബാംഗ്ലൂരിലേക്കായിരുന്നു. അവിടെ പോയി ഞാൻ നേരെ ചേർന്നത് എൻ്റെ 17-18ാമത്തെ വയസ്സിൽ ഞാൻ പട്ടാളത്തിൽ ജോയിൻ ചെയ്തു. എട്ടും മുട്ടും ചെയ്യാത്ത കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ മറ്റുള്ള കൂട്ടുകാരെ കണ്ട് എനിക്കും പട്ടാളത്തിൽ ചേരണം എന്നൊരാഗ്രഹം എൻ്റെ അളിയനോട് പറഞ്ഞപ്പോൾ അളിയൻ പറഞ്ഞു, നീ പട്ടാളത്തിൽ ചേരേണ്ട ഒരുപാട് കഷ്ടമുണ്ട്, നീ കാണുന്നുണ്ടല്ലോ ഇവിടെ നോക്കുമ്പോൾ ട്രെയിനിങ് അതിഭയങ്കര കഷ്ടമാണ്, നീ പോയി പഠിച്ചോളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കണ്ട, എനിക്ക് പട്ടാളത്തിൽ ചേരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ പെങ്ങളുടെ ഭർത്താവ് അളിയൻ അന്ന് നല്ല റാങ്കിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് കൂടി ഇന്ത്യൻ ആർമിയിൽ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. അവിടെയും തടസ്സങ്ങളുണ്ടായിരുന്നു. മെഡിക്കൽ ടെസ്റ്റിങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ചക്ക് തടസ്സമുണ്ടായിരുന്നു. പക്ഷെ അത് വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് വേറെ എവിടെയായിരുന്നു. അവിടെ എനിക്ക് ഒരു ഇത് കിട്ടി, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടി. ഞാൻ അവിടുന്ന് മെഡിക്കൽ പാസ്സായി. അവിടുന്ന് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തു. 1174 എന്ന് പറയുന്നത് നവംബർ മാസം 1974 ഒരു ഇന്ത്യൻ്റെ ഒരു സോൾജറായിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അത് എടുത്തു പറയാനുള്ള കാരണം, ഒരു ആർമിയിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരുപാട് കഷ്ടപ്പാടങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാവും. ആ ട്രെയിനിങ് സമയം 2 വർഷമായിരുന്നു. 18 വയസ്സിൽ സ്റ്റാർട്ട്, 2 വർഷമായിരുന്നു ട്രെയിനിങ്. ശരിക്കും പറയാം, ഓടിപ്പോരേണ്ട ഒരുപാട് സമയമുണ്ടായെങ്കിലും അതിനെപ്പറ്റി ഓടിപ്പോരാൻ ചിന്തിച്ചില്ല. റഫ് ട്രെയിനിങ് ആയിരുന്നു, എഞ്ചിനീയേഴ്സിന്റെ റഫ് ട്രെയിനിങ്. നിങ്ങളിപ്പോൾ കണ്ടിരിക്കും, തൂണില്ലാത്ത പാലങ്ങൾ ഉണ്ടാക്കുന്നു, മൈൻ പൊട്ടിത്തിരിക്കും, ഗിർനെറ്റൊക്കെ എഴുതിയിരിക്കുന്നു, മൈൻ ഡിസ്പ്ലേസ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രെയിനിങ് വരുന്നതാണ്. പക്ഷെ അന്ന് ഒരു 18 വയസ്സിൽ ഇതൊന്നും ചിന്തിക്കേണ്ട ഒരു സമയമില്ലായിരുന്നു. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കില്ല. എന്ത് പറഞ്ഞു അത് അതുപോലെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ആർമിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞാൻ സർവീസ് ചെയ്തു. നല്ല റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 8 വർഷം കഴിഞ്ഞപ്പോൾ, വീണ്ടും എൻ്റെ അനുഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. 8 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ആർമി വിട്ടുപോകണം എന്നൊരു ആഗ്രഹം വന്നു. മതി, ഇതിൽ ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കാൻ വീട്ടിൽ പോയിട്ട്. അന്ന് ഗൾഫിന്റെ അതിപ്രസരണമായിരുന്നു. എൻ്റെ അനുജനൊക്കെ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്നെ സ്വീകരിക്കുന്ന മാതിരിയല്ല അനുജനെ സ്വീകരിക്കുക. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് എന്നെ കാത്ത് അവിടെ ആരും നിൽക്കാറില്ല. ഞാൻ യാത്ര ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ആരും വരാറില്ല. ഞാനൊരു സോൾജറാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ എൻ്റെ അനുജനെ സംഭവിച്ചിടത്തോളം അവൻ വരുന്ന സമയത്തും അവന് പോകുന്ന സമയത്തും ആൾക്കാരുടെ തിക്കും തിരക്കുമായിരുന്നു. അവനെ കാണാൻ ഒരുപാട് ആൾക്കാർ വരും, റെയിൽവേ സ്റ്റേഷനിൽ അവനെ യാത്രയാക്കാൻ ഒരുപാട് വരും. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള എന്നെ കാണാനോ എന്നെ യാത്രയാക്കാനോ ആരും വരാറില്ല. പക്ഷെ നമ്മുടെ രണ്ടുപേരും കല്യാണം ഒരേ സമയത്ത് നടന്നതാണ്. കല്യാണം നടന്ന എൻ്റെ കഴിവുകൊണ്ടല്ല, അവൻ്റെ കഴിവുകൊണ്ടാണ്. ഈ പട്ടാളത്തിൽ നിന്ന് അന്ന് കിട്ടുന്ന ചെറിയൊരു ശമ്പളം 50 രൂപയാണ് ശരിക്കും മണി ഓർഡറായിട്ട് അച്ഛൻ അയച്ചു കൊടുക്കുക. ബാക്കി 5 രൂപേന്റെ ക്യാൻറ്റീൻ ഒരു റിസീറ്റ് നമുക്ക് തരും, അവിടെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മയുടെ മുലപ്പാൽ ഛർദ്ദിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്, ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. കാരണം അത്രയും കഷ്ടപ്പാട് കൂടി ട്രെയിനിങ് കംപ്ലീറ്റ് 2 വർഷം വീട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ 2 വർഷം കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഒരുപാട് ആ പ്രയാസത്തിനിടയിൽ ഇവിടെ ചെയ്യുന്ന പ്രയാസങ്ങളൊന്നുമില്ല. പ്രയാസത്തിന്റെ പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ഡയറക്റ്റ് മാർക്കറ്റിൽ എന്ത് പ്രയാസമാണ് ഉള്ളത്? ഇവിടെ ഒന്നുമില്ല. ശരിക്കും നമ്മൾക്കല്ലേ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു ബോധം മാത്രം മതി. അവിടെ സഹായിക്കാൻ നമ്മളെ സംബന്ധിച്ച് ആരുമില്ല. 1 പറഞ്ഞ് 2 പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അടി വാങ്ങിച്ചിട്ടുണ്ട് ശരിക്കും ട്രെയിനിങ് സമയത്ത്. കസേലക്കാലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ബ്രിഡ്ജിങ് സമയത്ത്, നമ്മൾ ട്രെയിനിങ് സമയത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഇവിടെ പറയാൻ പാടില്ല, കാരണം അങ്ങനെയായിരുന്നു ട്രെയിനിങ്. ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സമയത്ത് നമ്മളെ മനോഭാവങ്ങൾ മാറും. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് പ്രൊമോഷനെ കഴിഞ്ഞ് ആദ്യം തന്നെ പോസ്റ്റിംഗ് പോയിരിക്കുന്നത് ശരിക്കും അൽവർ, രാജസ്ഥാനിലെ അൽവർ എന്ന സ്ഥലത്തായിരുന്നു. അവിടെ പോയി കഴിഞ്ഞു, കുറച്ച് കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു, പ്രൊമോഷനെ കിട്ടി, എല്ലാം കഴിഞ്ഞു. ഇവിടുന്നാണ് വീണ്ടും ദൈവത്തിനെ സ്തുതിക്കുന്നത്. ദൈവം എപ്പോഴും നമുക്ക് നല്ലത് മാത്രമേ തരുള്ളൂ. ചിലപ്പോൾ കഷ്ടപ്പെടുന്ന സമയത്ത് ദൈവം തരുന്ന അനുഗ്രഹം നമുക്ക് ചിലപ്പോൾ നമ്മളെ നല്ലതിനല്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ ദൈവത്തെ ശപിക്കും. ഒരിക്കലും ശപിക്കരുത്. ഇന്ന് ഈ ബിസിനസ്സിൽ നിന്ന് ആരും ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. ദൈവം തരേണ്ട സമയത്ത് തരും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഡിസ്ചാർജ് അപ്ലിക്കേഷൻ നീട്ടുകയാണ്.
ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ നീട്ടുന്ന സമയത്ത് അന്ന് 8 വർഷം എനിക്ക് കംപ്ലീറ്റ് ആയി. 8ാമത്തെ വർഷത്തിൽ ഞാൻ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ നീട്ടുന്നത്. പക്ഷെ എനിക്ക് സാങ്ഷൻ ആയില്ല. ആ ആപ്ലിക്കേഷൻ തിരിച്ചു വന്നു. SLC ഏതുപോലെ എഴുതിയോ അതുപോലെ തന്നെ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ കൊടുത്തത്. ഒന്നിൽ എനിക്ക് സാങ്ഷൻ ആയില്ല, രണ്ടാമതും ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ കൊടുത്തു. രണ്ടാമതും ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് എനിക്ക് സാങ്ഷൻ ആയില്ല. മൂന്നാമതും കൊടുത്തപ്പോൾ ആപ്ലിക്കേഷൻ തിരിച്ചു വന്നിട്ട് അതിൻ്റെ കൂടെ ലെറ്റർ ഉണ്ടായിരുന്നു, ഇനി നീ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ തരത്തില്ല, ഈ ട്രേഡ് ഡിഫിഷ്യൻസിയാണ്, അതുകൊണ്ട് നിനക്ക് ഡിസ്ചാർജ് തരാൻ പറ്റത്തില്ല, ഇനി 3 വർഷം നീ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ അപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ 3 വർഷത്തേക്ക് ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ കഴിഞ്ഞില്ല. അപ്പോഴും സർവീസ് കൂടി വന്നു. എൻ്റെ 13ാമത്തെ വർഷത്തിൽ വീണ്ടും ഞാൻ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ കൊടുത്തു. പട്ടാളം വിട്ട് പോകണം എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആ ഉദ്ദേശത്തിലേക്ക് മാത്രമേ എൻ്റെ യാത്രയുള്ളൂ. 3ാമത് പ്രാവശ്യം ഞാൻ കൊടുത്തു. അന്ന് 13 വർഷം കംപ്ലീറ്റ് ആയി. ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഡിസ്ചാർജ് പറ്റി ഹെഡ് ക്ലർക്കിനോട് ഞാൻ പോയിച്ചു. അന്നൊരു തമിഴനായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചത്, ഞാനൊരു ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു, അത് ഫോർവേഡായോ? ഓഹോ, നീയാണ് ശശിധരൻ അല്ലേ, നിന്റെ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ ഞാൻ കീറിപ്പറച്ച കൊട്ടയിലിട്ടു. 13 വർഷം കഴിഞ്ഞു നിനക്ക്. അദ്ദേഹത്തിന് എനിക്കൊരു പരിചയമില്ലായിരുന്നു. ഇതിനു മുമ്പേ അദ്ദേഹത്തെ കണ്ടതുമില്ല ഞാൻ. അദ്ദേഹം ആദ്യമായിട്ട് വന്നതാണ്. പക്ഷെ നിന്നെ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ കീറി തൊട്ടയിലിട്ടു. 13 വർഷം കഴിഞ്ഞ് 2 വർഷം കൂടി നീ സർവീസ് ചെയ്ത് ജീവിതകാലം മുഴുവൻ നിനക്ക് പെൻഷൻ വാങ്ങിക്കൂടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ. ഒരു പരിചയമില്ലാത്ത വ്യക്തി എനിക്ക് നല്ല ഉപദേശം തന്നു. പക്ഷെ ആ സമയം എന്റെ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ മനസ്സാവാച അദ്ദേഹത്തെ ശപിച്ചു. നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നൂടെ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ 14ാമത്തെ വർഷം വീണ്ടും ഞാൻ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ കൊടുത്തു. വീണ്ടും സർവീസ് കഴിഞ്ഞ് 1 വർഷം മാത്രമേ ഉള്ളൂ. പോണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് 14ാമത്തെ വർഷം ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ കൊടുത്തു. 14ാമത്തെ വർഷം 15ാമത്തെ വർഷം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ ആ ഡിസ്ചാർജ് സാങ്ഷൻ ആയിട്ട് എന്നിലേക്ക് അയച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഞാനല്ലായിരുന്നു, ഞാൻ മാറിപ്പോയാൽ. 14ാമത്തെ വർഷം ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടും 15 വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് എനിക്ക് സാങ്ഷൻ ആയിരുന്നത്. അപ്പോഴേക്കും പട്ടാളത്തിന്റെ പെൻഷനൊക്കെ ആകെ മാറി. കേവലം 450 രൂപ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ ആ ഒരു ഡിസ്ചാർജ് കിട്ടാത്തതുകൊണ്ട് മാത്രം എൻ്റെ 15 വർഷം കംപ്ലീറ്റ് ആയി. 16ാമത്തെ വർഷത്തിലാണ് എനിക്ക് ഡിസ്ചാർജ് സാങ്ഷൻ ആകുന്നത്. അത് ഒരു ഓഫീസറായിരുന്നു എനിക്ക് സാങ്ഷൻ ആയിരുന്നത്. അപ്പോഴേക്കും ഇവിടെ 1 റാങ്ക് 1 പെൻഷനൊക്കെ വന്നു. എൻ്റെ ഈ പെൻഷനിൽ ഒരു വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. ഒരു 450-2000 രൂപയ്ക്ക് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ ശരിക്കും ഞാൻ സന്തോഷമാണ്. എനിക്ക് ഡിസ്ചാർജ് സാങ്ഷൻ ചെയ്യാത്ത ആ ഹെഡ് ക്ലർക്കിനെയും എനിക്ക് ഡിസ്ചാർജ് സാങ്ഷൻ ചെയ്ത അന്ന് കമാൻഡിങ് ഓഫീസറെ എല്ലാവരെയും ഞാൻ നമിക്കുകയാണ്. ഈ അവസരത്തിൽ അന്ന് ഞാൻ അവർക്ക് എതിരിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരെയെല്ലാം കൈകൂപ്പി കുമ്പിടുന്നു. കാരണം എനിക്ക് സർവീസിൽ പിരിഞ്ഞു വരാൻ പറ്റിയല്ലോ. ആ ഒരു സന്തോഷം. ദൈവം നമ്മളെ രക്ഷിക്കും, ഇവിടെയല്ലെങ്കിൽ എവിടെയെങ്കിലും രക്ഷിക്കും. പക്ഷേ നമ്മളെ കർമ്മം നല്ലതായിരിക്കണം. നമ്മളെ കർമ്മം കൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കരുത്, ഒരു പാവം ചെയ്യരുത്. കർമ്മം നന്നായിരുന്ന സർവശക്തനായ ദൈവം നിങ്ങളിൽ പ്രത്യക്ഷപ്പെടും എന്ന് എന്നെ പഠിപ്പിച്ചു. ഞാൻ ആർക്കും പട്ടാളത്തിൽ ചേർന്നുകൊണ്ട് ഒരാളെ പോലും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. ശരിക്കും നല്ല റാങ്കോട് കൂടി, ഹവിൽദാർ എന്ന റാങ്കോട് എനിക്ക് റിട്ടയർ ആകാൻ സാധിച്ചു. അന്ന് പിരിയുന്ന സമയത്ത് 450-2000 രൂപ ഒരു പെൻഷൻ അയക്കുന്ന 1 റാങ്ക് 1 പെൻഷൻ ആക്കുമ്പോൾ ഇന്ന് ഞാൻ സത്യം ഓപ്പണായിട്ട് പറയാം, ഇന്ന് എൻ്റെ കയ്യിൽ എഴുത്തുന്ന പെൻഷൻ എനിക്ക് സുഖമായി ജീവിക്കുന്ന ഏകദേശം 35,000 രൂപയാണ് പെൻഷൻ. അന്ന് ആ 13ാമത്തെ വർഷത്തോടും 14ാമത്തെ വർഷത്തിൽ എനിക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഒന്നും കിട്ടത്തില്ല. എൻ്റെ ഭാര്യയും മക്കളെയും നോക്കുന്ന ഒരു പെൻഷൻ പോലും കിട്ടത്തില്ല. ഇന്ന് എന്തൊരു അഭിമാനമായിരുന്നു. അന്ന് ശപിക്കപ്പെട്ടു. അന്ന് തരാത്തവരെല്ലാം ശപിച്ചിരുന്നെങ്കിൽ പിന്നീട് ദൈവം ഇതിനു വേണ്ടി കാത്തിരുന്നു. ദൈവം എല്ലാത്തിനും വേണ്ടി കാത്തിരിക്കും. നിനക്ക് നല്ല തരാം. ആ ദൈവം ആരെയും മോശമായും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ദൈവം എല്ലാം നല്ല തരും. പക്ഷെ ദൈവം തരുന്നത് വരെ നിന്റെ സ്വഭാവം കൊണ്ട് നിന്റെ കർമ്മം കൊണ്ട് നീ ഒരിക്കലും മറ്റുള്ളവർ ദ്രോഹിക്കരുത്. നിന്റെ കർമ്മം നന്നായിരുന്നാൽ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം എനിക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇനി 3ാമത്തെ ഒരു കാര്യം ഞാൻ പറയാമെന്നെങ്കിൽ 2 സ്ഥലത്തും ഞാൻ വിജയിച്ചു. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെയല്ല. എൻ്റെ സ്ഥലം ഇവിടുന്ന് 10-25 കിലോമീറ്റർ പഴയങ്ങാടി എന്ന മാടായി എന്ന കൊച്ചു ഗ്രാമത്തിലായിരുന്നു. എൻ്റേതല്ലായ കാരണത്തിൽ എനിക്ക് എൻ്റെ വീടും പറമ്പും വിൽക്കേണ്ടി വന്നു. എൻ്റെ കാരണമല്ല. എന്ന് എൻ്റെ അനുജന്റെ സ്നേഹത്തോടു കൂടി അദ്ദേഹം ഒരു ബസ്സൊക്കെ വാങ്ങിച്ചു തകർന്ന തരിപ്പണമായ സമയത്ത് അത് RTO ഓഫീസിലേക്ക് പിടിച്ചിട്ട് പൊടിയും മണ്ണും പറ്റിപ്പിടിച്ച സമയം അതുവഴി യാത്ര ചെയ്തൊക്കെ എൻ്റെ കണ്ണിൽ അവൻ്റെ ബസ് പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു, ആ ബസ് ഞാൻ പുറത്തെടുക്കാം, പക്ഷെ ബസ് അതിന്റെ കടം തീരുന്നവരെ ഞാൻ നടത്തിക്കുമെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തിരുന്നത്. ശരിക്കും പോയി പെട്ടത് ഒരു ബ്ലേഡുകാരുടെ കയ്യിലായിരുന്നു. ആ ബസ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നിയർ അബൌട്ട് ഒരു 2 ലക്ഷം രൂപ അദ്ദേഹത്തിന് വാങ്ങി വന്നു.
ബസ് പുറത്തെടുത്തു, ബസ് റൺ ചെയ്തു. ഒരു സാധാരണ തുല്യമായിരിക്കും ഞാൻ. നമ്മുടെ തീരുമാനത്തിൽ ചെറിയ വ്യത്യാസം വരും, നമ്മൾ തകർന്ന് തരിപ്പടമാകും. അന്ന് ഞാൻ ആരെയും ഉപദേശം കേട്ടില്ല. എൻ്റെ വൈഫ് ഉപദേശിച്ചിരുന്നു, നമുക്ക് 2 മക്കളുണ്ട്, പോകരുത്, ഈ ബസ് കടത്തിലോടുന്ന ബസ്സാണ്, അത് ഓടിച്ചാൽ വീണ്ടും നിങ്ങൾ കടത്തിലേക്ക് പോകും. പക്ഷെ വൈഫിന്റെ ഉപദേശം കേട്ടില്ല. കേൾക്കേണ്ടടുത്ത് കേൾക്കണം. പ്രിയതമ്മ നമുക്ക് പറഞ്ഞ് നല്ല കാര്യമാണ്, പക്ഷെ കേട്ടില്ല. അവിടുന്ന് എന്റേതായ കാരണത്തിൽ ആ വീടും പറമ്പും ചെറിയ വിലക്ക് വിൽക്കുകയാണ്. വിറ്റ് പുറത്ത് വരുന്ന സമയത്ത് എനിക്കറിയായിരുന്നു 2 കുട്ടികളെ, 2 ആൺകുട്ടികളാണ്. അവരെ വളരെ മുൻപേ തന്നെ ഞാൻ എൻ്റെ ഭാര്യാഗൃഹത്തിലേക്ക് പറഞ്ഞു വെച്ചു. ആ വീട് വിട്ട് ചാവി ആയിരിപ്പിക്കുന്ന സമയത്ത് അവരെ കൈയും പിടിച്ച് പുറത്ത് വരണ്ടല്ലോ ഒന്ന് തീരുമാനിച്ചിട്ട്. പറഞ്ഞ ഡേറ്റിൽ ആ വീട്ടുകാർ വന്നു, എൻ്റെ അടുത്ത് താക്കോല് വായിച്ചു. 3 വർഷം 3.5 വർഷം ആ വീട്ടിൽ താമസിച്ചതാണ്. തിരിച്ചു വരുമ്പോൾ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. എൻ്റെ വൈഫ് ശരിക്കും തിരിഞ്ഞു നോക്കി കണ്ണിൽ നിന്ന് ചുടുചുടാ കണ്ണുനീര് വീഴുകയാണ്. ഞാൻ വൈഫിനോട് പറഞ്ഞു, നീ ഇത്രയധികം വേദനിക്കുകയാണെങ്കിൽ ഞാൻ ആ വീട് വെക്കില്ലായിരുന്നു. ഇപ്പം വീട് വിറ്റുപോയില്ലേ, താക്കോൽ ഏൽപ്പിച്ചു. പക്ഷെ ഇത്രയധികം വേദനിക്കുന്നതിന് പറയണ്ടായിരുന്നു. പക്ഷെ അവളെ കയ്യിലും പിടിച്ചിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ ഭാര്യാഗൃഹത്തിലാണ്. ഭാര്യാഗൃഹത്തിൽ പോയിട്ട് അവിടെ അധികം താമസിച്ചിരുന്നില്ല. പെട്ടെന്ന് ഒരു മാറ്റം. പക്ഷെ എല്ലാരും പറയാറുണ്ട്, പാട്ടല്ലോ, ഭാര്യാഗൃഹേ പരമസുഖം പട്ടിണിയാണെന്ന് അതിലും ഭേദം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടല്ലേ. നമ്മൾ എന്ത് സുഖം കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യാഗൃഹത്തിൽ പോയ, ഭാര്യാഗ്രഹം പരമസുഖമാണ്, പക്ഷെ പട്ടിണിയാണെന്ന് അതിലും ഭേദം. താമസിയാതെ എന്ത് ചെയ്തു, വീണ്ടും ഞാനും ഭാര്യയും കൈപിടിച്ച് വേറെ വാടക വീട്ടിലേക്ക് പോവാണ്. ആ വാടക വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ ഇളയ മകൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ മകനെ ഇതൊക്കെ കയ്യിലൊക്കെ വാങ്ങി? ഇത് നമ്മൾ വീട്ടിൽ വെക്കാനൊരു സാധനം. അവൻ അറിയില്ലായിരുന്നു നമ്മൾ പോകുന്ന ഒരു വാടക വീടാണെന്ന്. സ്വന്തം വീട്ടിലേക്ക് മാറുന്ന ഒരു അനുഭവമായിരുന്നു അവന്. അതൊക്കെ കാണുന്ന സമയത്ത് ആ കൊച്ചുകുട്ടീൻ്റെ ഹൃദയത്തിൽ സ്വന്തം വീട്ടിലേക്ക് മാറുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവർ കയ്യിൽ പിടിക്കുന്ന സമയത്ത് നമ്മൾ പോയി കയറിത്തുന്ന വാടക വീട്ടിലാണ്. അവിടുന്ന് 10-16 വർഷം 10,000 രൂപയോ 9,000 രൂപയോ 8,000 രൂപയോ വാടക കൊടുത്ത് ജീവിച്ചു. ഈ വാടക കൊടുത്ത് ജീവിക്കുന്ന സമയത്താണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിന്റെ മഹത്തായ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വരുന്നത്. അദ്ദേഹം വന്ന് ഒരുപാട് വട്ടം വരച്ച് ഈ ബിസിനസ്സിലേക്ക് അറിഞ്ഞോ അറിയാതെ ഞാൻ കടന്നു വന്നു. എന്തിനു വേണ്ടി? നമുക്കും മനസ്സിൽ ആ പ്രായത്തിൽ സ്വപ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കടന്നു വന്നു, ബിസിനസ് ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. അവരെന്തു പറഞ്ഞു, അപ്പലേൻ എന്തു പറയുന്നു, അതൊക്കെ കേട്ടു. അറിയാത്ത നാടുകളിലും ഗ്രാമങ്ങളിലേക്കും പോയി ഫാമിലി ആയിട്ട്. അതെൻ്റെ ഒരു ഫാഷനായി. അതെൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ബ്ലഡിലായാലും ചേർന്നു. ഞാൻ സെക്യൂരിറ്റി ആയിരുന്നു. 4 മണിക്ക് കഥകടച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ഓടി വണ്ടി പിടിക്കാൻ, എറണാകുളം പ്രോഗ്രാമിന് വേണ്ടി. ശരിക്കും കടലായ ശീർഷത്ത് 6-7 കിലോമീറ്റർ ഉണ്ട്. രാവിലെ 4 മണിക്ക് നടക്കാൻ തുടങ്ങിയ ഞാൻ വണ്ടിന്റെ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് വണ്ടി പിടിച്ച് എറണാകുളം എത്തി. സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പാവം എൻ്റെ ഭാര്യയ്ക്ക്, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളെ പിറകിൽ ഓടി ഓടി എൻ്റെ ഒറ്റ സുഹൃത്തുണ്ടായിരുന്നു, സാജിദ് എന്ന് പറഞ്ഞ വ്യക്തി. ഞാനും അവനും ഒരു പാത്രത്തിൽ ചോറുണ്ടായിരുന്നു ഈ ബിസിനസ്സിൽ വന്ന ശേഷം. അവൻ ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ഉച്ചവരെ മീൻ കച്ചവടം, ഉച്ചയ്ക്ക് ശേഷം വന്ന് എൻ്റെ കൂടെ ബിസിനസ് ചെയ്യും. അവന്റെ ഡ്രസ് കോഡ് കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഞെട്ടി. പല മാറ്റങ്ങൾ അവരിൽ ഉണ്ടാക്കി. പക്ഷെ അവന്റെ ഉമ്മ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ ഉമ്മ, നമ്മൾ 2 പേരും മക്കളെ, നിങ്ങൾ ഒരുപാട് 4-5 വർഷമായില്ലേ ഈ ബിസിനസ് ചെയ്യുന്നത്. 5 വർഷം കൊണ്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾ ഒരു തരത്തിൽ ചെറുതായിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ ബിസിനസ് നിങ്ങൾ നിർത്തണം. 5 വർഷം ചെയ്തിട്ട് നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഞാനിതുവരെ കാണുന്നില്ല. പക്ഷെ ആ ബിസിനസ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത് ശരിയല്ല, നിർത്തണം. അങ്ങനെ ഞാൻ അവന് കാത് കേട്ട് 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, നമ്മൾ നിർത്തിയില്ല. നഷ്ടപ്പെട്ടത് എന്ത് കഴിഞ്ഞാൽ നമ്മൾ സമയമായിരുന്നു, നമ്മൾ സമ്പത്തായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹത്തായ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈ സമയത്താണ് എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് STC ലീഡർ നമ്മളെ രാജേഷ് കൂടാൾ സർ എത്തിക്കുന്നത്. ഒന്നും ചിന്തിച്ചില്ല. തീർച്ചയായിട്ടും എനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണിത്. ദൈവത്തിന് അറിയാം, എല്ലാം ദൈവത്തിന് അറിയാമായിരുന്നു. അത് എൻ്റെ ഒരു ശരിക്കും ഡ്രൈവിംഗ് പഠിക്കുന്ന മാലിലുള്ള ഒരു പാഠം. ആദ്യം ഡ്രൈവിംഗ് പഠിച്ച വണ്ടി തന്നെ വണ്ടി പിന്നീട് ഓടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ഞാൻ പഠിച്ചു. ശരിയായ സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാം പോയി കഴിഞ്ഞു, എല്ലാവരും പോയി. ഇന്ന് ഈ ബിസിനസ് തന്നെ എൻ്റെ കൂടെ സർവീസ് ചെയ്ത 2 പേരുണ്ടായിരുന്നു. അതിൽ സർവീസ് ചെയ്ത 2 പേരുണ്ടായിരുന്നു.
ഒന്ന് മനോജ് എന്ന് വിനോദ് സാറായിരുന്നു ITC ലീഡർ. ഞാൻ അവരെ കണ്ടു, അങ്ങോട്ട് പോയി സംസാരിച്ചില്ല. അപ്പോൾ ഏകദേശം മനസ്സിലായി ഏത് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ പേരൊരിക്കലും പറയില്ല, നമ്മൾ പിന്നിട്ട് കമ്പനിയുടെ പേര് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ ആ രണ്ട് വ്യക്തിത്വത്തെ പറയുമ്പോൾ ശരിക്കും മനസ്സിലായിട്ടും ഏത് കമ്പനിയാണ് വർക്ക് ചെയ്തത്. പക്ഷെ ഒന്നും നേടാൻ സാധിച്ചില്ല. എൻ്റെ എത്രയോ വർഷം, 2002 തൊട്ടിട്ട് ഈ ബിസിനസ്സിൽ കടന്നു വരുന്ന അത്രയും വർഷം സ്വപ്നത്തിന്റെ പിന്നാലെ പോയി എല്ലാം തകർന്ന് തടിപ്പിച്ച് സാമ്പത്തികമായി തകർന്നു. ഈ സമയത്ത് ഞാൻ ഒരു പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച സ്ഥലമാണ് കൂടാളി എന്ന സ്ഥലത്ത്. അവിടെ എൻ്റെ കഴിവിന്റെ അനുസരിച്ച് ഞാൻ വീടെടുത്തു. അവിടെ എൻ്റെ അയൽപ്പക്കാരൻ നൈബർ കൂടിയായിരിക്കും രാജേഷ് കൂടാളി സാറ്. അദ്ദേഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മൈ ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ മഹത്തായ ബിസിനസ്. ഞാൻ വന്നിട്ടുള്ള ബിസിനസ് എനിക്ക് തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കും, അത് യാതൊരു സംശയം. അതായത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിലെ എന്നെ ദൈവം കൊണ്ടെത്തിക്കുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കമ്പനി ഇന്ത്യനൈസ്ഡ് കമ്പനി, ഇന്ത്യൻ കമ്പനി, ആ കമ്പനി നമ്പർ 1 കമ്പനി, ആ കമ്പനിയിൽ എന്നെ കൊണ്ടെത്തിച്ചു. അമേസിങ് പ്രൊഡക്റ്റ്, അമേസിങ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നം ഉപയോഗിച്ചവർക്ക് റിസൾട്ട് കിട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. അമേസിങ് പ്രൊഡക്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ബിസിനസ് പ്ലാൻ. ബിസിനസ് പ്ലാൻ എനിക്ക് അറിയാം നല്ല പോലെ. ഞാൻ ചെയ്തിരുന്ന കമ്പനി ബിസിനസ് പ്ലാൻ, ഈ ബിസിനസ് വളരെയധികം വ്യത്യസ്തമാണ്. അതിലെ ബിസിനസ് പ്ലാൻ ഒറ്റ വാക്കിൽ പറയാം, 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ വർക്ക് ചെയ്ത് 10 ലക്ഷത്തിന്റെ ബിസിനസ് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും 1-ാം തീയതിയിൽ നിന്ന് 0-ലേക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങ് 1-ാം തീയതി 30-ാം തീയതി ജോലി ചെയ്ത് എല്ലാ മാസവും ഇതുമാതിരി ബിസിനസ് ഉണ്ടെങ്കിൽ 0-ലേക്ക് കടന്നു വരുന്നത് ബിസിനസ് ഒരു സൺഫ്ലവർ ബിസിനസ് മെത്തേഡായിരുന്നു. അന്ന് എനിക്കൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. കാരണം ഇന്ന് ഇവിടെ കാണുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൂടാ എന്നൊരു ചോദ്യം ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്ലൈനോട്. പക്ഷെ ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കിവിടെ കണ്ടു. എനിക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണിച്ചിരുന്ന എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ സഹോദര തുല്യമായ നമ്മളെ രാജേഷ് സാറ് പറഞ്ഞ ഇൻകം പ്ലാൻ കേട്ടപ്പോഴും ഞാൻ ഞെട്ടിത്തിരിച്ചു. മനസ്സിൽ കണ്ട, വളരെ മുമ്പേ കണ്ടിരുന്ന, മനസ്സിന് ഒപ്പ് കണ്ട ഈ ബിസിനസ് ഒരു ഇൻകം പ്ലാനാണ് ഞാൻ ഇവിടെ കണ്ടത്. എത്ര മനോഹരമായിട്ട് ഇൻകം പ്ലാനാണ്. വിജയിക്കാൻ ഇത്ര സാധ്യതയുള്ള ഒരു ഇൻകം പ്ലാൻ. എന്താണ് നമുക്ക് ഇവിടെ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. അന്ന് ഞാൻ 2002 കേട്ടിട്ടുണ്ടായിരുന്നു 2025 1.8 മില്യൺസ്, അതായത് ആൾക്കാർ ഈ ബിസിനസ്സിൽ വരും. 2025 ആകുമ്പോഴേക്കും ഒരു മനുഷ്യൻ ജീവിക്കാൻ 1 ലക്ഷം രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ സത്യമായിട്ട് മാറി. പോൾസൺ ഫിൽസ് പറഞ്ഞ ആ തത്വം, ഇനി വരാൻ പോകുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിരിക്കും വെൽനസ് റെവല്യൂഷൻ എന്ന് അദ്ദേഹം പ്രവചിച്ചു. സത്യമായില്ലേ ശരിക്കും? ഇന്ന് ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ കയ്യിലുള്ളത് എന്താണ്? അവര് സോപ്പും ചീപ്പും കണ്ണാടി ഒരു പേരിന് മാത്രമാണ്. അതെല്ലാം വിറ്റഴിക്കപ്പെട്ട ഒരു ശരിക്കും ഒരു ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗൂഡ്സ് കമ്പനി മാത്രമാണ്. പക്ഷെ അതല്ല ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഏത് കമ്പനി ഇവിടെ കണ്ടിരുന്ന അവരെ സംബന്ധിച്ച് വെൽനസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ടാവും. അവരിൽ പലതരത്തിലുള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് ആയുഷ് എന്ന് പറയുന്ന ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി പ്ലസ് നാച്ചുറോപ്പതി അടങ്ങിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അടങ്ങിയിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉൽപ്പന്നം. എത്ര ധൈര്യത്തോടെ നമ്മൾ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങും, എത്ര ധൈര്യത്തോടെ നമുക്ക് പറയാം. അന്ന് ബിസിനസ് ചെയ്യുന്നതിന് ഇവിടെ ഒരു ആധികാരികമായിട്ട് ഒരു പെർമിഷനും ഇല്ല. നമ്മുടെ സ്വന്തം ഇത് ലോകത്ത് വരും എന്ന് മാത്രമുള്ള ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ് ഇവിടെ നിയമപരമായിട്ടുള്ള സാധ്യത? ഒരു നിയമപരമായ സാധ്യത ഒരു സെൻട്രൽ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കാത്ത ഒരു ബിസിനസ് അന്ന് ചെയ്തു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും ഉത്തരം പറയും. പക്ഷെ ഇന്ന് അതുപോലെയല്ല, എല്ലാം മാറിക്കഴിഞ്ഞു. നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ കൂടെ നടക്കാനും എന്തിനും ഏതിനും ഇവിടെ ഇരിക്കുന്ന യൂണിയൻ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് എല്ലാം ഉണ്ട്. ധൈര്യത്തോടെ നമുക്ക് ബിസിനസ് ചെയ്യാം. ഇനിയാണ് ഇവിടെ വരാൻ പോകുന്നത്. നമ്മൾ പ്രദീപ് ചന്ദ്ര സർ പറഞ്ഞു 2030 ആകുമ്പോഴേക്കും 1000 ഉൽപ്പന്നങ്ങൾ വരും. എന്തൊക്കെ വരും എന്ന് നമുക്ക് കണക്കൂട്ടാം. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ബിസിനസ്? ഇതിനെ തള്ളിപ്പറഞ്ഞവരും ഇതിൽ നിന്ന് മതിയാക്കി പോകുന്നവരും അന്നൊന്ന് ദുഃഖിക്കും. സർവശക്തി നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾ വിട്ടുപോകില്ല. അതായത് നിങ്ങളെ കർമ്മം നന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബിസിനസ്സിൽ വന്ന് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായ സമയത്ത് ദൈവത്തിന് മനസ്സിലായി ഈ വ്യക്തി ഡയറക്റ്റ് മാർക്കറ്റിംഗ് വിട്ടു പോവില്ല. ഇദ്ദേഹത്തിന് വരുമാനം കിട്ടിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം മരിക്കുന്നവരെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യും എന്ന് SLC എന്നെ ജയിപ്പിച്ചിട്ട് ആ സർവശക്തി ഒരു തീരുമാനം എടുത്തു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നല്ലൊരു ബിസിനസ് കൊടുക്കണം. ഇദ്ദേഹം അല്ലെങ്കിൽ ബിസിനസ് വിട്ടുപോകില്ല, ഇയാൾ മരണം വരെ. ഇതിന്റെ അന്ത്യം കണ്ടിട്ട് ഇദ്ദേഹം പോകുള്ളൂ എന്ന് മനസ്സിലാക്കി സർവശക്തൻ തഥാസ്തു, എനിക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലേക്ക് തരാം. അതിനൊരു നിമിത്തം മാത്രമായിട്ടാണ് രാജേഷ് കൂടാളി സാർ എന്നിലേക്ക് വന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല.
കാരണം നിന്നെ വിജയിപ്പിക്കും, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ഒന്നും വേദനിക്കാനില്ല. എൻ്റെ ഭാര്യയുടെ സ്വപ്നങ്ങളൊക്കെ നിനക്ക് സബലീകരിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ എൻ്റെ ഒരു ബിസിനസ് എക്സ്പീരിയൻസ് വെച്ച് പറയുന്നെങ്കിൽ ഞാൻ എന്നിലേക്ക് തീർച്ചയായിട്ടും ഒരു പണത്തിന്റെ പിന്നാലെയാണ് നമ്മൾ ഓടുകയാണെങ്കിൽ ഈ ബിസിനസ്സിന് ഏത് സമയത്തും വിട്ടുപോകാം. എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പണമല്ല, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങളായിരുന്നു. ഇന്ന് ഈ ബിസിനസ്സിൽ പല ആൾക്കാരും ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല ലീഡേഴ്സ് ആയിക്കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ട് പുറകോട്ട് പോകുന്നത് അവർ പണത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ പണത്തിന്റെ പിന്നാലെ ഓടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വന്ന വഴി ഒരു പക്ഷേ എംപ്ലോയി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയീസ് ആയിട്ടായിരിക്കും. അവരുടെ മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടായില്ല. ഒരു ബിസിനസ്സുകാരന്റെ ആറ്റിറ്റ്യൂഡായിട്ട് മാറണം. ഒരു എംപ്ലോയി സെൽഫ് എംപ്ലോയർ മനോഭാവം എന്ന് വെച്ചാൽ പൈസയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വാക്താക്കളാണ് അവർ. എംപ്ലോയി സെൽഫ് എംപ്ലോയർ. ഒരു ബിസിനസ്സുകാർ, ഒരു സിസ്റ്റം ബിസിനസ് ഓണേഴ്സ് എന്ന് സംബന്ധിച്ച് പൈസ അവരുടെ പിന്നിലേ ഉള്ളൂ. പൈസ എപ്പോഴാണോ നമ്മുടെ പിന്നാലെ ഓടാൻ തുടങ്ങുന്നത് അന്ന് മാത്രമേ നമുക്ക് ധനവാന്മാരുള്ളൂ. പൈസയുടെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും വരത്തില്ല. ഒരു പൂമ്പാറ്റയുടെ കഥ പോലെയാണ്. പൂമ്പാറ്റയെ പിടിക്കാൻ നമ്മൾ പിന്നിൽ ഓടിക്കേണ്ട പൂമ്പാറ്റ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകും. നിങ്ങൾ തനിച്ചൊരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ പൂമ്പാറ്റ പാറിപ്പറന്ന് നിങ്ങൾ ഷോൾഡർ വന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ പൈസയുടെ പിന്നാലെ ഓടരുത്. നമ്മളെ പിന്നാലെ പൈസ ഓടുന്നൊരു കാലഘട്ടം, അതാണ് ഈ ബിസിനസ്. നിങ്ങൾ ആദ്യം പഠിക്കൂ. റിച്ച് ഡാഡ് ആൻഡ് പൂർ ഡാഡ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിലെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പൈസക്ക് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യരുത്. നിങ്ങൾ ആദ്യം പഠിക്കൂ. പഠിച്ചു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടി ജോലി ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ബിസിനസ്സും. ഈ ബിസിനസ് സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്തിച്ചേരും പൈസ. പക്ഷെ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. ഇതൊരു മാരത്തോൺ ബിസിനസ്സാണ്. മാരത്തോൺ ഓടിയവർക്കറിയാം എങ്ങനെ മാരത്തോൺ ഓടണം. മാരത്തോൺ ഓടാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്റ്റാമിന ഉണ്ടാവണം, ശക്തി ഉണ്ടാവണം. അല്ലെങ്കിൽ 400-200 മീറ്റർ ഓടുന്ന പോലെ മാരത്തോൺ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങൾ കൂട്ടത്തിലോടുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. ശരിക്കും നിന്നില്ലെങ്കിൽ നിങ്ങൾ തട്ടി വീഴ്ത്തും, സൈഡിൽ നിന്നും പിറകിൽ നിന്നും വരുന്ന ആൾക്കാർ. പക്ഷെ അവിടെ നിൽക്കേണ്ടമാര് നിൽക്കുക, നിങ്ങൾ മുന്നോട്ട് ഓടുക. കൂടെ ഓടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരുപാട് ദൂരം പോകുമ്പോൾ തനിച്ചോടുന്ന സമയം വരും. ആ തനിച്ചോടുന്ന സമയത്ത് നിങ്ങൾ തളരരുത്. നിങ്ങൾ അതിനകം നിങ്ങളൊരു ലീഡറായിട്ട് മാറണം. ഒരു ലീഡർക്ക് മാത്രമേ ഈ ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തനിച്ചോടുന്ന കൂട്ടത്തിലോടുന്ന സമയമൊക്കെ ഈ ബിസിനസ്സിൽ ഉണ്ടാവും. അങ്ങനെ ഓടി ഓടി നിങ്ങളെ ആ സ്റ്റാമിന എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ അറിവ്, നിങ്ങളെ ജ്ഞാനം നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഓടാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു എനർജി, നിങ്ങൾക്ക് സ്റ്റാമിന ഉണ്ടെങ്കിൽ നിങ്ങളെ ലക്ഷ്യസ്ഥാനം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും പിറകിലോട്ടും നോക്കരുത്. ആരും എന്തും ആയിക്കോട്ടെ. ഈ ബിസിനസ്സിൽ നമ്മളെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് ക്രോസ് ലൈനും നിങ്ങളെ ബാക്കിലും പിറകിലും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് മാറ്റം. കൂട്ടത്തിലോടുന്ന ആൾക്കാരുണ്ടായിരിക്കും, സൈഡിലോടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരെ തിരിഞ്ഞും പറഞ്ഞും പിറകിലോട്ടും നോക്കരുത്. നിങ്ങളെ ലക്ഷ്യം എന്താണ്? അതിലേക്ക് യാത്രയാകുക. ശരിക്കും ഞാൻ പറയുന്നത് ഒന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊരു ഒരു എംപ്ലോയി ആറ്റിറ്റ്യൂഡാണ് ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രത്യേകം വേണം. ഞാനും 35-36 വർഷം ഒരു എംപ്ലോയി ആറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡിലേക്ക് എന്റെ മനോഭാവത്തെ, എന്റെ ചിന്തയെ മാറ്റാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ വേറെ എന്തുപോലെ ആയിരിക്കും ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു സ്റ്റോറി ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പം മരങ്ങളുണ്ടാവും. മരത്തിലേക്ക് മാങ്ങ മരങ്ങളുണ്ടാവും. ഒരുപാട് പൂത്തലേക്ക് മാങ്ങ മരങ്ങൾ. ആ മാങ്ങ മരത്തിൽ നിങ്ങൾ നോക്കുക, അതിന് സമയമാകുമ്പോൾ അതൊക്കെ പൂത്തുലയും സമയത്ത് മേലോട്ട് നോക്കുമ്പോൾ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആ മാങ്ങ മരത്തിന്റെ ചുവട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എത്ര പൂങ്കുലകളാണ് താഴെ ഉറ്റി വീഴുക. ഒരുപാട് പൂങ്കുലകൾ ഉണ്ടാവും. അത് ഉറ്റി വീണ് കഴിഞ്ഞാൽ നമ്മൾ മേലോട്ട് നോക്കും, അതുമാത്രം പൂക്കള് താഴെ മണക്കുന്നുണ്ട്, ഒരുതരം മണം. വീണ്ടും നിങ്ങൾ ആ മാങ്ങ മരം കാണും. കുറെ കഴിഞ്ഞിട്ട് വീണ്ടും നോക്കി പോയി കഴിഞ്ഞാൽ ചെറിയ മാങ്ങകൾ വീഴുന്ന കാണും. പിന്നീടും കുറച്ചു കാലം കഴിഞ്ഞാൽ അണ്ടി മാങ്ങ വീണും. പിന്നീട് കൊരട്ട മാങ്ങ വീഴുന്നുണ്ടാവും. പിന്നീടും കുറെ കാലം കഴിഞ്ഞ് മൂത്ത മാങ്ങ വീഴുന്നുണ്ടാവും. പിന്നീടും കുറെ കാലം കഴിഞ്ഞാൽ പിന്നീട് സമയമാകുമ്പോൾ നിങ്ങൾ ആ മാവിന്റെ ചുവട്ടിൽ പോയി കഴിഞ്ഞാൽ പഴുത്ത മാങ്ങ താഴെ വീഴുന്നുണ്ടാവും. ചില മാങ്ങകൾ കൊത്തി താഴെയിടും. ഈ ബിസിനസ്സിൽ കണ്ടിട്ട് എല്ലാം തികഞ്ഞവര് ആ ഒരു ഘട്ടത്തിൽ സമയത്ത് ആരെ വന്ന് പറിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർ മാറിപ്പോകും. അതാണ് മാങ്ങമരം പഴുത്ത് കഴിഞ്ഞാൽ കൊത്തി താഴെയിടും. ഇത്രയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? പൂക്കുല വീണു, ചെറിയ മാങ്ങ വീണു, അണ്ടി മാങ്ങ വീണു, കൊരട്ട മാങ്ങ, മൂത്ത മാങ്ങ എല്ലാം വീണിട്ടും പിന്നീട് സമയമാകുമ്പോൾ നിങ്ങൾ ആ മാവിന്റെ ചുവട്ടിൽ പോയി മേലെ കയറി കഴിഞ്ഞാൽ പഴുത്ത എത്ര മാങ്ങകളാണ് പറിച്ചെടുക്കാൻ പറ്റുക. ഇത്രയും മാങ്ങ കഴിഞ്ഞാൽ ആ മാങ്ങ മരം ശൂന്യമാവണ്ടേ? ശൂന്യമാകത്തില്ല. നിങ്ങൾക്ക് മധുരമായി കഴിക്കാനുള്ള മാങ്ങകൾ ആ മരത്തിന്റെ മുകളിൽ ഉണ്ടാവും. ഈ ബിസിനസ് എത്ര പേര് ഈ ബിസിനസ്സിൽ നിന്ന് കടന്നു പോയിക്കോട്ടെ,
മതിയാക്കി പോകട്ടെ, ക്വിറ്റ് ചെയ്തിട്ടെ. ബിസിനസ്സിൽ പരാജയപ്പെടാൻ സാധ്യതയില്ല. പരാജയപ്പെടുന്ന ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ക്വിറ്റ് ചെയ്ത് പുറത്തു പോകാം. ഇത്ര പേര് ക്വിറ്റ് ചെയ്ത് പോകട്ടെ. എങ്കിലും ഈ ബിസിനസ്സിൽ വിജയിച്ച് ഒത്തിരി പ്രൊഫൈൽ നമുക്ക് കാണാം. ഇതിൽ പിടിച്ചു നിൽക്കണം. ക്വിറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കണം. പിടിച്ചു നിന്നിട്ട് തീർച്ചയായിട്ടും നമ്മളെ സർവശക്തന്മാർ അനുഗ്രഹിക്കും. ഇതുപോലെ തന്നെ എത്ര ആൾ കടന്നു പോയാലും ഒന്ന് മനസ്സിലാക്കുക, നമ്മളെന്ന വ്യക്തി ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വന്നില്ലെങ്കിലും ഈ ഭൂമിയിൽ ജീവനുണ്ടാവും. ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാവും. നമ്മൾ ഈ ബിസിനസ്സിൽ ഇന്ന് ഈ മോർണിംഗ് മീറ്റിൽ വന്നിരിക്കുന്ന ഇവരാരും തന്നെ ബിസിനസ് ഇല്ലെങ്കിലും ഈ ബിസിനസ് ഇവിടെ റൺ ചെയ്യുന്നുണ്ടാവും. വ്യക്തികൾക്ക് ഒരു പ്രാധാന്യമില്ല. അതാണ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു കഴിവ്. ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി കംസ് ഇൻ യുവർ ഡോർ വൺസ് ഇൻ എ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ വല്ലപ്പോഴും അവസരങ്ങൾ വന്ന് നിങ്ങളെ കഥകളിൽ മുട്ടും. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇതൊരു അവസരമാണ് എന്ന് മനസ്സിലാക്കി അതിൽ ഒരു തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ് ഈ ബിസിനസ്സിൽ കടന്നു വരുന്നത്. അല്ലാതെ എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു അവസരമല്ല ബിസിനസ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ ധരിക്കും വേണ്ട. നമ്മൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്നവർ എത്ര പേരെ നമ്മൾ കണ്ടു, ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നവരെ. ആരെയും കാണാതെ, ആരും വിജയിച്ച ഒരാളെ പോലും കാണാതാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്നത്. എന്തുകൊണ്ട് കടന്നു വെച്ചാൽ ഒരു PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല നമ്മൾ വരുന്നത്, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല വന്നത്. ആരെങ്കിലും നമുക്ക് അറിയുന്നോ അറിയാത്തയോ ഒരു വ്യക്തി നമ്മൾക്ക് കാണിച്ചു തരാണ്, ഇതാണ് അവസരം. പണ്ട് കാലങ്ങളിൽ 100 വർഷം 50 വർഷം നീ കഴിഞ്ഞു പോയിരിക്കുന്ന ഒരു അവസരങ്ങൾ കടന്നു വരും. 100 വർഷം 50 വർഷമൊക്കെ കടന്നു പോകും. അന്ന് സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്ന സമയത്ത് ഇന്ന് അതുപോലെയല്ല, മാറ്റങ്ങൾ അതിവേഗമാണ്. 10 വർഷം 5 വർഷം 2 വർഷം പ്രതിദിനം അവസരങ്ങൾ നമ്മളെ മുന്നിലേക്ക് കടന്നു പോകുന്ന അവസരങ്ങൾ കയ്യിൽ കിട്ടുന്നവർ വളരെ കുറവായിരിക്കും. ഇത് അവസരമാണ്, ഒരു തിരിച്ചറിവർക്ക് ഇത് മനസ്സിലാക്കുന്നവർ വളരെ കുറച്ചുമായിരിക്കും. ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉള്ളത്. ഒരു മഹത്തായ ബിസിനസ് നമ്മൾ ശരിക്കും നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്, അതുപോലെ ഒരു പാർട്ട്ണറാണ്. ആ ഒരു അഹങ്കാരത്തോടെ നമുക്ക് ഇവിടെ ഇരിക്കാം. കാരണം നമ്മൾ ഇത്ര മഹത്തായ ഒരു ബിസിനസിന്റെ പാർട്ട്ണർഷിപ്പാണ് നമ്മൾ. അല്ലെ നമ്മൾ ഇതെടുത്ത് തോളത്ത് തൂക്കി നടക്കുന്ന ഒരു സെയിൽസ്മാൻ അല്ല. നമ്മൾ പാർട്ട്ണർഷിപ്പ് നമ്മളെ കയ്യിലിട്ടിരിക്കുക. എത്രയോ പ്രൊഡക്റ്റുകൾ നമുക്ക് കൊടുക്കാനുള്ള ഒരു ആധികാരികളുടെ പെർമിഷൻ കമ്പനി തന്നു 10 ഐഡിയിൽ കൂടെ. ആരും നമ്മളെ കളിയോട്ട് തൊട്ട വീട്ടിനടുത്തുള്ള ഒരു പേസ്റ്റ് പോലും നമ്മളോട് വാങ്ങാതിരിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ബിസിനസ്സും തകരത്തില്ല. ഈ ബിസിനസ്സിൽ നിൽക്കുക, അപ്ലൈനെ സ്നേഹിക്കുക. ഈ ബിസിനസ്സിൽ അത്രയേ ഉള്ളൂ, അപ്ലൈനെ സ്നേഹിക്കുക, മതിമറന്ന് സ്നേഹിക്കുക. അദ്ദേഹത്തിന്റെ ഉപദേശമാണ് സർവ്വതും. കാരണം വെച്ചാല് ആ ഉപദേശം നമ്മൾ സംസ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ ഈ ബിസിനസ്സിനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ മനസ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ കൂടാളി സാർ എന്റെ പ്രായത്തിൽ കുറഞ്ഞ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തെ ഞാൻ മനസ്സാ വാച സ്നേഹിക്കുകയാണ്. കാരണം എന്ത് കാര്യങ്ങളും അദ്ദേഹത്തോട് പറയും. എന്നെ നല്ല കാര്യങ്ങളായാലും ശരി, മോശം കാര്യങ്ങളായാലും അദ്ദേഹത്തിനോട് ഞാൻ തുറന്നു പറയും. എന്റെ വീട്ടിൽ എന്റെ വേണ്ടപ്പെട്ട ഒരു വ്യക്തികളോട് ഇത്ര തരത്തിലുള്ള അടുപ്പം കാണത്തില്ല. അതുപോലെ ഒരുപാട് അസോസിയേറ്റ് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ക്രോസ് ലൈൻ ആൾക്കാരുണ്ടാവും. അദ്ദേഹത്തെ അതുപോലെയുള്ള ഒരുപാട് ലേഡീസുകളൊക്കെ ബിസിനസ്സിൽ വരുന്നുണ്ടാവും, പല ആൾക്കാർ. അവരൊക്കെ നമ്മളെന്താ സഹോദരന് തുല്യമായിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഈ ബിസിനസ് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ബിസിനസ് നമ്മൾ ആദ്യം അടർത്തി മാറ്റേണ്ടത് നമ്മുടെ ഈഗോ ആണ്. ഈഗോയിൽ ഒരു വ്യക്തിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. മസിൽ പിടിച്ച് ബിസിനസ് ചെയ്യരുത്. മസിൽ പിടിച്ച് കണ്ടാൽ ചിരിക്കണം. പരിചയമുള്ളായാലും ശരി, പരിചയം ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ എന്താ നഷ്ടപ്പെടാൻ? ഒന്ന് ചിരിക്കുക, നിങ്ങളെ മനസ്സ് തുറക്കട്ടെ. അങ്ങനെ ചിരിച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാം. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് ബോധമനസ്സ് ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ ബിസിനസ്സിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ലോജിക്കൽ മനസ്സും ഇമോഷണലായിട്ട് 2 മനസ്സുണ്ട്. ലോജിക്കൽ മനസ്സിൽ ഈ ബിസിനസ് ചെയ്യാതിരിക്കുക. ഇതൊരു ബിസിനസ്സാണ്. നിങ്ങളെ ലോജിക്കൽ ആറ്റിറ്റ്യൂഡ് ഈ ബിസിനസ്സിൽ ഇതാവത്തില്ല. കാരണം ഒരു ചെറിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തിരുവനന്തപുരം എത്തേണ്ടതുണ്ട്, കൃത്യസമയത്ത് എത്തുന്നുണ്ട്. രാവിലെ കണ്ണൂരിൽ നിന്ന് വണ്ടി പിടിച്ചേ പറ്റുള്ളൂ. ആ വണ്ടി പിടിക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് അടുത്തുള്ള ബസ്സിൽ യാത്രയായി. സമയത്ത് വണ്ടി പുറപ്പെട്ടു. വഴിമധ്യ തിരക്ക് കൊണ്ട് ബസ് അവിടെ സ്റ്റോപ്പായി. ബസ് സ്റ്റോപ്പായ സമയത്ത് എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ തിരുവനന്തപുരം കറക്റ്റ് സമയത്ത് എനിക്ക് എത്താൻ പറ്റില്ല. പക്ഷെ മറ്റുള്ള ആൾക്കാർ ഇരിക്കുന്ന പോലെയല്ല ഞാൻ പിന്നീട് ആ ബസ്സിൽ ഇരിക്കുക. അവരൊക്കെ ലോജിക്കൽ മൈൻഡിലൊക്കെയാണ് ആ ബസ്സിൽ ഇരിക്കുന്നതെങ്കിൽ എൻ്റെ ഇമോഷണൽ മൈൻഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ബസ്സിൽ എഴുന്നേൽക്കുന്നു, അവിടെ നിന്നിരിക്കുന്ന ബസ്സിൽ ഞാൻ മുന്നോട്ടോടുന്നു, പിന്നോട്ടോടുന്നു, പുറകിലേക്ക് തിരിച്ചു പുറത്തേക്ക് നോക്കുന്നു. ബസ് ഇറങ്ങുന്നില്ല. സമയം നോക്കുന്നു, വണ്ടി എത്തേണ്ട സമയമായി. എനിക്ക് ഇരിപ്പുറപ്പില്ല. ഞാൻ ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്.
ഞാൻ ബസ് പുറപ്പെടുന്ന സമയം നോക്കിയില്ല. ഇറങ്ങിയുടെ ഓട്ടോറിക്ഷയ്ക്ക് കൈ കിട്ടി, ആ ഓട്ടോറിക്ഷ നിർത്തിയില്ല. വീണ്ടും വേറൊരു ഓട്ടോറിക്ഷ കിട്ടി, ആ ഓട്ടോറിക്ഷ നിർത്തിയില്ല. അടുത്തൂടെ കാറ് പാസ് ചെയ്യാണ് ഫാമിലി ആയിട്ട്. എനിക്ക് എത്തേണ്ട വ്യക്തി എന്റെ ആവശ്യമായിരുന്നുണ്ട്, ഞാൻ കാറിന് കൈ നീട്ടി, ആ കാറ് നിർത്തിയില്ല. വീണ്ടും ഒരു കാറ് വന്ന് ഇനി എന്ത് സംഭവിച്ചാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കാർ കൈ നീട്ടിയേ പറ്റുള്ളൂ എന്ന് ഞാൻ റോഡിന്റെ മേലെ കയറി ആ കാറിന് കൈ നീട്ടി. അദ്ദേഹം കാറ് നിർത്തി. ഇതേതോ അത്യാവശ്യക്കാരനെന്ന് കാറ് നിർത്തി. എന്താണ് ആവശ്യം ചോദിച്ചാൽ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, കയറൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എന്നെ കാറിനുള്ളിലാക്കി. ഇതുവരെ അവിടെ വരെ ഓടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആവശ്യത്തിനായിരുന്നു. പക്ഷെ എപ്പോഴാണോ ഞാൻ ആ കാറിൽ കയറുന്നത്, പിന്നീട് അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നത് എന്റെ ആവശ്യത്തിനായിരുന്നു. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. അദ്ദേഹം വണ്ടി വളരെ സ്പീഡിലെത്തി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നു, ഓടുന്നു, ടിക്കറ്റ് എടുക്കുന്നു, വണ്ടിയിൽ കയറുന്നു. ഇവിടെ ഞാൻ ഒരു ലോജിക്കൽ മൈൻഡിലാണ് ഞാൻ എന്റെ പ്രവർത്തനം എന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വണ്ടി കിട്ടില്ല. ഈ ബിസിനസ്സിൽ നിങ്ങൾ ലോജിക്കൽ ആറ്റിറ്റ്യൂഡിലാണ് ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ആവാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇമോഷണൽ മൈൻഡിൽ വർക്ക് ചെയ്യുക. ഇവിടെയാണ് പവർ ഓഫ് യൂണിവേഴ്സൽ എന്ന് പറയുന്നൊരു ശക്തി വരുന്നത്. എന്റെ ആവശ്യം അദ്ദേഹത്തിലേക്ക് പവർ ഓഫ് യൂണിവേഴ്സൽ എത്തിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞില്ല, എനിക്ക് ഇത്ര സ്പീഡിൽ ഓടിക്കണമെന്നൊന്നും പറഞ്ഞില്ല. വണ്ടിയിൽ കയറിയ സമയത്ത് അദ്ദേഹം എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ആ ശക്തി ഈ ബിസിനസ്സിൽ ഉണ്ടാവും. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ലോജിക്കൽ മൈൻഡ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പവർ ഓഫ് യൂണിവേഴ്സിൽ നമുക്ക് വേണ്ടി ഇവിടെ പ്രത്യക്ഷപ്പെടും. അവിടെ ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാവരോടും ഇത് പറയാനുള്ളൂ. ഒരുപാട് പാട്ട് അവർക്ക് കൂടുതൽ സമയം നീട്ടുന്നതിന് സമയത്തിനുമായ മോർണിംഗ് മീറ്റ് ആണ്. ഒരുപാട് ആൾക്കാർക്ക് പല സ്ഥലത്തും പോകാനുണ്ട്. പിന്നെ എനിക്ക് തുടക്കത്തിൽ തന്നെ ശരിക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിളായി. കാരണം വെച്ചാൽ ഇതിലെനിക്ക് കിട്ടാത്തൊരവസ്ഥ വന്നു. എത്ര അടിച്ചിട്ട് കിട്ടുന്നില്ല, ഇതിലേക്ക് കയറാൻ പറ്റുന്നില്ല. ആകെ ടെൻഷനായി. എനിക്ക് വൈഫിനോട് ആകെ ടെൻഷനായി, എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യുക. എന്റെ തൊട്ട അയൽവാസിയാണ് ശരിക്കും വെച്ചാൽ രാജേഷ് സാർ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിയാലോ എന്ന് ചിന്തിച്ചു. രാജേഷ് സാറിനെ ഞാൻ വിളിച്ചു, സാർ ആ മൊബൈലായിട്ട് ഒന്നും ഇങ്ങോട്ട് വരും, എനിക്ക് കിട്ടുന്നില്ല. വൈഫിനോട് പറഞ്ഞു, മക്കളെ വിളിച്ചു, എല്ലാം വിളിച്ചു. ആകെ രാവിലെ ഒരു ഇതായിരുന്നു, സൂമിൽ കയറാൻ പറ്റിയില്ല. അപ്പോഴേക്കും വെച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ചെറിയൊരു ബ്രേക്ക് വന്ന് എവിടെ തരെ തുടങ്ങണമെന്ന്. എങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ഇതിനെല്ലാം ശരിക്കും ഈ ഒരു അവസരം, കാരണം ഞാൻ ഇതൊന്നും പറയാൻ, ഞാൻ അത്ര വലിയ റാങ്കിലും ഇതിൽ ATCയിൽ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ATC റാങ്കിലുള്ളൂ. എനിക്കിങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്ന ആ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഹരികൃഷ്ണ സാറിന് ഈ അവസരത്തിൽ, ഈ നിമിഷം ഞാൻ എല്ലാവിധ നന്ദിയും പറയാണ് സാറേ.